ഇവിടുത്തെ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി ഇടാൻ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. പിന്നെ നിങ്ങൾ കാണാത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അധികാരം കാണിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊരു പാർക്കിംഗ് കണ്ടുപിടിച്ചു. കാരണം നമുക്കിനി അധികം ദൂരം ഇവിടുന്ന് ഓടാനില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു 250 കിലോമീറ്റർ കൂടി ഇവിടുന്ന് ഓടിയാൽ നമുക്ക് വണ്ടി ഒതുങ്ങാം. 224 കിലോമീറ്ററാണ് ഇനി ഇവിടുന്ന് കാണിക്കുന്നത്. അപ്പോൾ ഹോൾ സെറ്റാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു വിളക്കൊക്കെ വെച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ മെഴുകുതിരി എപ്പോഴും കത്തിക്കാറുള്ള വണ്ടി. സേഫായിട്ടുള്ള പരിപാടിയുള്ളൂ, അല്ലാണ്ട് അപകടമൊന്നുമില്ല. അതിൽ കറക്റ്റായിട്ട് ഇരുന്നോളൂ. കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ഓഫാക്കി വയ്ക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പൂവുള്ള പരിപാടി നോക്കാം. ഡിസ്പ്ലേകളും കാര്യങ്ങളൊക്കെ ഓഫാക്കി ഇരുട്ടായി തുടങ്ങി. ഇപ്പോഴും ഇവിടെ ഇരുട്ടായിട്ടില്ലല്ലോ. ഇവിടെ സമയം എത്രയെന്ന് കാണണോ? സമയം എത്ര? 21:41 ഇവിടുത്തെ സമയം കേട്ടോ. അതായത് 9:41 ഇവിടുത്തെ സമയം. ഇപ്പോഴും ഇരുട്ടാവണുള്ളൂ, ഇരുട്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് പൂവുള്ള സമയമായി. ഓൾ സെറ്റാണ്. പിന്നെ നിങ്ങൾ കാണാത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അധികാരം കാണിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ ഉണക്കാട്ടൊക്കെ കാണാം. ഇത് ട്രക്ക് ലൈഫിൻ്റെ മറ്റൊരു സംഭവമാണ്. കാരണം ഡ്രസ്സ് ഉണക്കാൻ നമുക്ക് വേറെ മാർഗ്ഗമില്ല. വണ്ടി 45 ഒക്കെ അടിച്ച് ഒതുക്കിയിടുക എന്ന് വെച്ചാൽ ബോണറ്റൊക്കെ തുറന്ന് അവിടെ ഇടാം. ഇപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ അകത്ത് തന്നെ ഉണക്കാട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇതൊക്കെ ഉണക്കി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തീർന്നു പോയാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്നാലും തിരിച്ച് ബേസിക് കയറുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ട്രക്ക് ലൈഫിൻ്റെ ഓരോ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതിൽ വണ്ടിയിൽ ഓടണവർക്ക് ഇത് കണ്ടിട്ടൊരു പുതുമയൊന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷേ വീട്ടിലിരിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ഒരു പുതുമയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാനുള്ള പരിപാടി നോക്കാം. ഇനി നിന്ന് കഴിഞ്ഞാലേ ശരിയാവില്ല. ഇത് മുഴുവൻ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വണ്ടികൾ ഒതുക്കിയിട്ടേക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്പെയിനിലും പോർച്ചുഗലിലൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ അല്ലാത്തടത്തും ഇൻഡസ്ട്രിയൽ ഏരിയകൾ കുഴപ്പമില്ല. പക്ഷേ സ്പെയിനിലും പോർച്ചുഗലും അല്ലാത്തടത്തും വണ്ടി ഇതുപോലെ റോഡ് സൈഡിലൊക്കെ ഒതുക്കിയിട്ടുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. അതുപോലെ അത്യാവശ്യം മണ്ണൊക്കെ കാണണം. നമ്മുടെ നാട്ടിലെ പോലെ മണ്ണുള്ളിടത്താണെങ്കിലും ധൈര്യമായിട്ട് വണ്ടി ഇറക്കണം. എന്താ വെച്ചാൽ ഡ്രൈ ലാൻഡ് ആണല്ലോ, താന്ന് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ അത് കുറേ കമ്പനികളുണ്ട്. അതിൻ്റെയൊക്കെ വണ്ടികളാണ് ഇവിടെയൊക്കെ ഇടണം. ലോഡ് കയറ്റാൻ പോകുന്നതും ലോഡ് ഇറക്കണതും അങ്ങനത്തെ കുറേ വണ്ടികളൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ ട്രെയിലറിൻ്റെ ഡോർ തുറന്നൊക്കെ കിടക്കണത് എന്താ വെച്ചാൽ ഓർഡർ ആക്കിയിട്ട് ഈ ഷണ്ടിങ് വണ്ടികൾ കൊണ്ടുവന്നിട്ടതായിരിക്കും നമ്മുടെ ട്രെയിലറുകൾ. അപ്പോൾ അത് കാരണമാണ് ഡോറൊന്നും അടയ്ക്കാണ്ടൊക്കെ കിടക്കുന്നത്. പിന്നെ ഇവിടുന്ന് വന്ന് ആരെങ്കിലും കണക്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആ ട്രെയിലർക്ക് ലോഡാകുമ്പോൾ ഷണ്ടിങ്ങുകാർ വന്നിട്ട് അത് എടുത്തിട്ട് പോകും. അങ്ങനെയാണ് നോർമലി ചെയ്യാറ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്തും. ഇതൊക്കെ കമ്പനികളുണ്ടായി കാണുന്നതൊക്കെ എക്സ്ക്ലൂസീവ് ഫോർ കാർസ് ഓൺലി. ഇനി അങ്ങോട്ടുള്ള പാർക്കിംഗ് കാറുകൾക്ക് മാത്രമാണെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് തിരിയാം. നമുക്ക് വണ്ടിയൊക്കെ പോകാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതിന് വലിയ സമാധാനം. അയ്യോ, ഇനി നമുക്ക് നേരെ നമ്മൾ വന്ന റോഡിലേക്ക് തന്നെ കയറാൻ പോവാണ്. ഇപ്പോൾ റൗണ്ട് അബൌട്ട് തിരിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. കാക്കിയൊക്കെ ഓൾ സെറ്റ്. ആവശ്യമില്ലല്ലോ. ഓവർ സൈസ് ഗുഡ്സിൻ്റെ വാണിംഗ് കാണാൻ. അല്ല അത് ആ കൊളേഷൻ നടന്ന വണ്ടി എടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ പോണ വണ്ടിയാണ് അത് ടോ ചെയ്ത് കൊണ്ടുപോവാണ്.
ഇട്ടിട്ട് പണി ഉണ്ടാക്കാൻ നിൽക്കില്ല. അവന്മാർ എത്രയും പെട്ടെന്ന് അത് തൂക്കിയെടുത്ത് കൊണ്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ ഓടി വന്നപ്പോഴേക്കും നല്ല ഇടിയും ഇതൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മഴ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് പുറത്ത്. ഈ രാത്രി 10 മണിക്കും 30 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ആ 30 ഡിഗ്രി ഉള്ളതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് മഴ കിട്ടിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും വളരെ നന്നായി. എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ചെറുതായി ചാറുണ്ട്. നന്നായിട്ടൊന്ന് പെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടും. മഴ എങ്ങനെ തന്നെ നിന്ന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചാറി പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പാളി. നമ്മൾ അങ്ങനെ ഇവിടുത്തെ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി ഇടാൻ ഈ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. എന്താ ഇവിടുത്തെ നിലപാട് നമുക്ക് നോക്കാം. അല്ലാതെ ഇപ്പം എന്താ പറയുക, ഇവിടെ സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ ആദ്യം ഇവിടെ എത്തി നമുക്കൊരു ഐഡിയ ഒന്നും കിട്ടണേ. ഒരു പരിപാടി ഉണ്ട്. സിഗരറ്റ് കൂട്ടട്ടെ, നോക്കുക, സൂം ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണം ഈ റൈറ്റ് സൈഡിൽ. അപ്പോൾ ആ കാണുന്ന സ്ഥലത്താണ് വണ്ടി ഇടാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കുക. ഓ, ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. സീനില്ല ആവശ്യം പോലെ സ്ഥലമുണ്ട്. നമ്മൾ ഫ്രീഗോ വണ്ടി ആയ കാരണം പരമാവധി ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും ഒഴിച്ചുകൊണ്ടിടാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇടാം എന്താ വെച്ചാൽ ഇത് ജനറേറ്റർ അടിക്കുന്ന കണക്കുള്ള സൗണ്ടായിരിക്കും രാത്രി ആകുമ്പോഴേക്കും. അപ്പോൾ പരമാവധി ഒച്ചപ്പാടും ബഹളം ഇല്ലാണ്ട് മറ്റുള്ള വണ്ടികൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ കൊണ്ടിടാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയാം. പക്ഷെ ഈ വണ്ടിയിലൊന്നും ആരും കിടക്കണില്ലെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ റിവേഴ്സ് ഇട്ട് വയ്ക്കാം. നമുക്ക് അത്രയൊക്കെയുള്ള സേവനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടൊന്ന് സേഫ് അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും ഫ്രീഗോ ഓടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ചെക്ക് ചെയ്യാം. ടെമ്പറേച്ചർ കറക്റ്റല്ലേ ഉള്ളത്. ടെമ്പറേച്ചർ കറക്റ്റാണ്. സ്റ്റാർട്ടർ സ്റ്റോപ്പ് ആയ കാരണമാണ് അത് കറക്റ്റായിട്ട് ഇതാവാത്തത്. നമ്മൾ ഒരു ടോർച്ചെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടോ. പുറത്തിറങ്ങുമ്പോൾ സാധാരണ രാത്രി വെളിച്ചില്ല സ്ഥലത്താകുമ്പോൾ കയ്യിൽ പിടിക്കാറുള്ളതാണ്. വേണമെങ്കിൽ ഇനി റിവേഴ്സ് ഇറക്കാൻ സ്ഥലമുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ, വേണമെങ്കിൽ ഒന്നും കൂടി ഇറക്കിടണമെങ്കിൽ ഇറക്കിടാന്ന് മാത്രം. രണ്ടടി കൂടി ഇറക്കിടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി എന്താ പറയുക, അവിടെ ആരെങ്കിലും വട്ടം തിരിഞ്ഞ് പോകാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി കംഫർട്ടബിളായിട്ട് തിരിഞ്ഞു പോകാം. ഇത് എനക്കും കൂടി റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കലാസ്. കാരണം ഇന്നത്തെ ഡ്യൂട്ടി വളരെ ചെറിയൊരു ഡ്യൂട്ടി പീരീഡ് ആയിരുന്നു. സാധാരണ എടുക്കണ അത്ര ഡ്യൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം ചെറുതായിട്ടൊന്നും ലൈറ്റായിട്ട്. അപ്പോൾ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കഴിച്ചിട്ടേ കിടന്നിറക്കാൻ നോക്കാം. അപ്പോൾ രാത്രി ഇനി പുറത്തിറങ്ങണില്ലേ, വെളിച്ചൊന്നുമില്ല എത്തണം. അപ്പോൾ ഗ്യാസ് ഉള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലൊന്നുമില്ലല്ലോ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനല്ലേ. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പുവശം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ കമൻറ്റുകളായിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.